നമ്മുടെ വിശ്വാസം വളരാനുള്ള ഒരു വഴി വചനം വായിക്കണം. ഇപ്പൊ ഈ വചനം വായിക്കുന്നതിന്റെ തന്നെ മറ്റൊരു തലമാണ് ആരാധന. സഭയുടെ ഔദ്യോഗിക ആരാധനകളെ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ധ്യാനപൂർവ്വം പ്രാർത്ഥിക്കണം. വിശ്വാസം വളരാനുള്ള പ്രധാനപ്പെട്ട വഴിയാണ്. ബൈബിളിൽ നമുക്ക് മനസ്സിലാകാത്തത് പലതും ആരാധനയിൽ മനസ്സിലാവും. അതാണ് അതിന്റെ ശരിക്കുള്ള കറക്റ്റായിട്ടുള്ള ട്രാക്ക്. അതാണ്. അതായത് വചനം വായിച്ചപ്പോ പിടികിട്ടാതിരുന്നത് പലതും ആരാധനയിലെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോ മനസ്സിലാവും. കാരണം അത് മുഴുവൻ വചനത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് സഭയുടെ ഔദ്യോഗിക ആരാധനകളെ ധ്യാനപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം സമീപിച്ചാൽ ഒരു വ്യക്തിയുടെ വിശ്വാസം വളരും. ഒരാളുടെ വിശ്വാസം വളരുന്ന രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ, വിശ്വാസം എപ്പോഴും കർത്താവ് പറയുന്ന അല്ലെങ്കിൽ വചനം പറയുന്ന ഒരു കാര്യം, വിശ്വാസം ദൈവത്തിന്റെ ദാനമാണ്. അതിനെ തിരുസഭയുടെ മതബോധന ഗ്രന്ഥം വിളിക്കുന്നത് സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ് എന്നാണ്. പ്രകൃത്യാതീത ദാനം എന്ന് പറഞ്ഞാല് വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, സ്വീകരിക്കാനേ പറ്റൂ. ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, അത് ദൈവം തരണം. വചനം വായിക്കുമ്പോഴും ദൈവം തരുന്നതാണത് വചനത്തിലൂടെ. അപ്പൊ അതുകൊണ്ട് കർത്താവിനോട് ചോദിക്കണം. ചോദിച്ചാൽ വിശ്വാസം കിട്ടും. ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും വിശ്വാസം കിട്ടിയിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും വിശ്വാസം കിട്ടും. ചോദിച്ചാലേ കിട്ടൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, നല്ലൊരു പ്രാർത്ഥനയാണ്. ലൂക്ക 17:5. അപ്പസ്തോലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു. എന്താണ് അപേക്ഷിച്ചത്? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അതാണ് ലൂക്ക 17:5. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പൊ ഇതാണ് വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഒരു പ്രാർത്ഥന. പിന്നെ വേറൊരു പ്രാർത്ഥനയുണ്ട്. മർക്കോസ് 9:24. കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പൊ അത്രയും പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പൊ രണ്ട് പ്രാർത്ഥനയാണ്. ലൂക്ക 17:5 മർക്കോസ് 9:24. ഈ രണ്ട് പ്രാർത്ഥനകള് വിശ്വാസം വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി മൂന്നാമത്തേത്, എത്ര വഴിയുണ്ടെന്ന് പറഞ്ഞ വിശ്വാസം വളരാൻ? 3 വഴി. ഇപ്പൊ എത്ര വഴിയായി? 2 വഴിയായി. ഒന്ന് വചനവും ആരാധനയും. രണ്ടാമത്തേത് പ്രാർത്ഥന, വിശ്വാസം വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമത്തേത് വിശ്വാസികളുമായുള്ള സംസർഗം വിശ്വാസം വർദ്ധിപ്പിക്കും. വിശ്വാസമുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മ, വിശ്വാസമുള്ളവരോടുകൂടെ നിരന്തരമായി സഹകരിക്കുന്നത് വിശ്വാസം വർദ്ധിപ്പിക്കും. അത് വിശ്വാസത്തിന്റെ മാത്രം കാര്യമല്ല, എല്ലാ ആത്മീയ കൃപകളുടെയും കാര്യം അതാണ്. അതായത് ഒരു ആത്മീയ കൃപയിൽ നിങ്ങൾക്ക് വളരണമെങ്കിൽ ആ കൃപയുള്ളവരുമായി സഹകരിച്ചാൽ മതി. അപ്പൊ ആ കൃപ നിങ്ങളിൽ വളരും. അപ്പൊ അതുകൊണ്ടാണ് വചനം പറയുന്നുണ്ട്, നിങ്ങൾ ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവന്റെ പടിവാതിൽക്കൽ നിന്റെ പാദങ്ങൾ നിരന്തരം സ്പർശിക്കണം. നിന്റെ പാദങ്ങൾ അവന്റെ പടിവാതിൽക്കൽ നിരന്തരം സ്പർശിക്കണം എന്ന് പറഞ്ഞാൽ, നമുക്ക് കൃപാവരമുള്ളവരുമായി വിശ്വാസമുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടണം. വിശ്വാസം ഇല്ലാത്തവരുമായിട്ടാണ് നിങ്ങളുടെ കൂട്ടുകെട്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോകും. വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവരുമായിട്ടാണ് നിങ്ങളുടെ സംസർഗമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോകും. വിശ്വാസ വിപരീതം പറയുന്ന ആളുകളുമായിട്ടാണ് നിങ്ങളുടെ സംസർഗമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് വിശ്വാസികളുമായിട്ടുള്ള സംസർഗം, അതാണ് കൊരിന്ത്യർ ലേഖനത്തില് അപ്പോസ്തലൻ പറയും, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് വിശ്വാസിയുമായിട്ടാണ് യോജിപ്പ്, എങ്കിലേ വിശ്വാസം വളരത്തുള്ളൂ. ഞാൻ പറയാൻ വന്നത് എന്തെന്ന് വെച്ചാല്, വിശ്വാസം വളരാതെ ക്രിസ്തീയ അനുഭവങ്ങൾ ഉണ്ടാവില്ല. യേശുവിനെ അനുഭവിക്കാൻ പറ്റില്ല.